എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസും അനാർക്കലിയും കൂടെ മാർഗഴിയെ കാണാനായിട്ട് ചെല്ലുവാണ്. മാർഗഴിയുടെ തട്ടകഥ കോളനിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും മാർഗഴിയും അമ്മ പവിഴും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോ മാർഗഴി ചോദിച്ചു, ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തായി, തീരുമാനത്തിലെത്തിയോന്ന് സത്യാസി ചോദിക്കുക. ഇത് കേട്ടതും മാർഗഴി പറഞ്ഞു, സമ്മതിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റേതായ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയണം. എന്ത് കണ്ടീഷൻ? ഞാൻ ആൾമാറാട്ടം നടത്താനല്ല ചെയ്യുന്നേ, നടത്തുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അഭിനയിക്കുന്ന ഓരോ ദിവസവും എനിക്ക് 5 ലക്ഷം രൂപ വെച്ച് തരണമെന്ന് പറയണം. 5 ലക്ഷം രൂപയെന്ന് സത്യാസി ചോദിക്കുക. അതെ, സമ്മതമാണേ മതി. ചെറിയ കാര്യമൊന്നും അല്ല ഞാൻ ചെയ്യാനായിട്ട് പോന്നേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു തരണ്ടേ, രേഖകളും കാര്യങ്ങളൊക്കെ എടുത്തു തരണ്ടേ. അപ്പൊ അതിന് ഇത്ര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ സത്യാസ അനാർക്കലിയും പറഞ്ഞിട്ടുണ്ട്. സത്യാസ എന്തൊക്കെയോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവളോട് എടുത്തു കൊടുക്കാനായിട്ട്. അപ്പൊ ഗീതുവായിട്ട് വേഷം മാറിച്ചെന്ന് അതൊക്കെ എടുക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗീതുവായിട്ട് വേഷം മാറുമ്പോൾ ആർക്കും സംശയങ്ങളൊന്നും തോന്നില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഒരു ദിവസമാണ്. എത്ര ദിവസം അഭിനയിച്ചോ അത്ര ദിവസം അത്രയും പണം കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയം അനാർക്കലി ചോദിച്ചു, ഇത് ഇത്തിരി കൂടിയ എമൗണ്ട് അല്ലേന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, എനിക്ക് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അറിയാലോ, ഈ മാർഗഴിക്ക് ഒരു വാക്കുള്ളൂ, 1 രൂപ പോലും കുറയ്ക്കാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട സത്യാസ പതുക്കെ അനാർക്കലിയോട് പറഞ്ഞു, ഇവള് നമ്മളെ കുടുക്കിട്ട് പിടിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയണം. പക്ഷെ സത്യാസ, ഇവിടെ നമുക്ക് ജയിച്ചല്ലേ മതിയാവുള്ളൂ. ഗോവിന്ദനെയും ഗീതുവിനെയും ഒക്കെ തകർക്കണമെങ്കിൽ ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളെന്ന് പറയണം. ശരി, സമ്മതിക്കാം, ബാക്കി ആരും പിന്നെ അല്ലേന്ന് ചോദിക്കണം. അവസാനം സത്യാസ പറഞ്ഞു, ശരി സമ്മതിച്ചിരിക്കുന്നു, ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു പറയാം. ദേ, വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറില്ലെന്ന് പറയണേ. ഇല്ല, അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നേക്കാൻ പറയാണ്. അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുകയാണ്. ആ സമയത്താണ് മാർഗഴിയുടെ അടുത്തേക്ക് കോളനിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞ്, മാർഗഴി ഓടി വാ, അതെ സുമതിനെ പാമ്പ് പിടിച്ചെന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മാർഗഴി അങ്ങോട്ടേക്ക് ഓടുകയാണ്. കൂടെ അമ്മ പൗഴം കൂടെ ചെന്നു. അപ്പൊ മാർഗഴിക്ക് ഇങ്ങനത്തെ കുറെ ചികിത്സാ വിദ്യകളൊക്കെ അറിയാൻ തോന്നേ. കോളനിയിലല്ലേ, മാത്രമല്ല ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. മാർഗഴി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ മാർഗഴിയുടെ വീടിന്റെ സിറ്റ് ഔട്ടിലായിട്ട് അവരെ കിടത്തിയിരിക്കുകയാണ് ചേച്ചിനെ. അങ്ങനെ നോക്കി കഴിയുമ്പോൾ കാലെ കൂടെ പാമ്പ് കടിച്ച് പാടുണ്ട്. മാർഗഴി പെട്ടെന്ന് എന്ത് ചെയ്യണം, ഓടിപ്പോയി കുറച്ച് പച്ചമരുന്നും കാര്യങ്ങളും എല്ലാം പറിച്ചുകൊണ്ട് വരുവാണ്. അതങ്ങനെ കാലിലേക്ക് അങ്ങോട്ട് ഇറ്റിക്കുവാണ്. കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്യുവാണ്. അപ്പൊ വിഷവൈദ്യത്തിന് ചികിത്സിക്കുന്ന ആളും കൂടിയാണ് മാർഗഴി. എല്ലാ കാര്യത്തിനും മാർഗഴി കൂടെ നിൽക്കും. ആ കോളനിയിലുള്ള എല്ലാ ആൾക്കാരുടെ എന്താവശ്യം വന്നാലും മാർഗഴിനെ അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അതിനുള്ള മരുന്നൊക്കെ ചെയ്യുവാണ്. ആ സമയത്ത് ബോധമില്ലാത്ത ഒരവസ്ഥയിൽ സുമതി കിടക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് സുമതിക്ക് ബോധം ഉണ്ടാകുന്നത്. ഈ സമയത്ത് സത്യാസും അനാർക്കലി അവിടെ ഉണ്ടായിരുന്നു. അവര് കണ്ടു ഈ കാഴ്ചകളൊക്കെ. ഇവളെ ചില്ലറക്കാരി അല്ലെന്ന് സത്യാസിനും അനാർക്കലിക്കും മനസ്സിലായി. എല്ലാ കാര്യത്തിനും ഇവളുടെ ഒരു കയ്യൊപ്പുണ്ട്. ഇവൾ എന്ത് ചെയ്താലും, കാരണം വന്നപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും വന്നപ്പോൾ അതെ കോളനി വന്നപ്പോഴാണ് ശരി, എല്ലാവരോടും ഇവള് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് സഹായം കൊടുക്കേണ്ടി വന്നാലും ആ ഓൺ ദി സ്പോട്ട് ഇവള് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ മാർഗഴി 5 ലക്ഷം രൂപ ഒരു ദിവസം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടി മാത്രമല്ല മേടിക്കുന്നത്. ആ കോളനിയിലുള്ള ആൾക്കാരുടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അവൾ പൈസ ചെലവാക്കും. കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആശുപത്രി കേസാണെങ്കിലും എന്ത് ആവശ്യത്തിന് വേണ്ടിയും പണമൊക്കെ ചെലവാക്കും. അവളുടെ നന്മ ഇവർക്ക് സത്യാസിനും അനാർക്കലിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ്. പിന്നീട് അവിടുന്ന് പോകുന്ന സമയത്ത് അനാർക്കലിയോട് സത്യാസ് പറഞ്ഞു, അവള് കൃത്യസമയത്ത് നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ടെന്ന് പറയാം. അനാർക്കലി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് അവളെ കൂടെ കൂട്ടിയേ മതിയാവുള്ളൂ. പണം പോയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കണ്ടേന്ന് ചോദിക്കുക. അത് ശരിയാ, എങ്ങനെയെങ്കിലും കാര്യം നേടിയെടുക്കാതെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയണം. മാർഗഴിയാണ് നമ്മുടെ ഇനിയിപ്പൊ തുറുപ്പ് ചീട്ടെന്നൊക്കെ പറയാണ്. ആ സമയം അറക്കൽ വീട്ടില് ഭയങ്കര സന്തോഷത്തിലാണ് ഗീതു കഴിഞ്ഞ. കാരണം വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വിഭവം വേണം കണ്ണേട്ടൻ വരുമ്പോൾ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എന്തുണ്ടാക്കി കൊടുക്കുന്നു ആലോചിച്ചിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. വിജയലക്ഷ്മിയോട് ഗീതു ചോദിച്ചു, അതെ കണ്ണേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി ആലോചിച്ചിട്ട് പറഞ്ഞു, അത് പിന്നെ എല്ലാം ഇഷ്ടമാണ് താനും, എന്നാലും അവന് ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. ആഹാ, അങ്ങനെയാണ് നമുക്ക് ചക്കപ്പുഴുക്ക് വൈകുന്നേരം ഉണ്ടാക്കിയാലെന്ന് ചോദിക്കുക. അപ്പൊ ചക്ക എവിടുന്ന് കൊണ്ടും, അതൊക്കെ അയ്യപ്പനോട് പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിക്കോളാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അയ്യപ്പനോട് ചക്കയുടെ കാര്യം പോയി പറയണം. അയ്യപ്പേട്ടൻ പറഞ്ഞു, അതാണ് കാര്യം, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയണം. അങ്ങനെ അയ്യപ്പേട്ടൻ പോയി ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിന്നീട് അത് ഒരുക്കാനായിട്ട് കാഞ്ചനയും കൂടെ വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് വിജയലക്ഷ്മി എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ചക്ക വെട്ടിയൊക്കെ ഒരുക്കുവാണ്. ആ സമയം രാധികയും വരുണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവർ വന്ന് നോക്കിയപ്പോൾ ചക്കയൊക്കെ ഒരുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധിക പറഞ്ഞു, ആഹാ ഇത് പതിവില്ലാത്ത കാര്യമാണല്ലോ, ഇതെന്താ ഇവിടെ ചക്കയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും രേഖ പറഞ്ഞു, അതെ
ഗോവിന്ദന് ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമെന്നോ അതുകൊണ്ടാന്ന് പറയണ. ചക്കപ്പുഴുക്കോ? ദേ വേണ്ട വേണ്ട, അതൊന്നും അവന് കൊടുക്കണ്ട. അതൊക്കെ കൊടുത്തണ്ട അവന്റെ വയറ്റ് വെറുതെ ഗ്യാസ് ഒക്കെ കിട്ടും, അവനൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. ഇത് കേട്ടോ ഗീത പറഞ്ഞു, ആര് പറഞ്ഞ് ഇഷ്ടപ്പെടില്ലാന്ന്? രാധികാമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. കണ്ണേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാ. രാധികാമ്മ ഇന്ന് വരെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കണ്ണേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താന്ന്? എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് രാധ പറഞ്ഞു, ഗീതു നീ അങ്ങനെയൊന്നും പറയല്ല, ഇത്രയും കാലം എന്റെ കൂടെ ആയിരുന്നു, എനിക്കറിയാം അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ. അന്നെങ്കിൽ പറ, കണ്ണേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ, ഇഷ്ടപ്പെട്ട നിറം എന്താ, എന്താന്നൊക്കെ ചോദിക്കുക. വിജയലക്ഷ്മി അമ്മ ഒരു അമ്മയാണ്, രാധിക അമ്മ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ പറയാണ്. രാധിക പരാജയപ്പെട്ടു, കാരണം രാധികയ്ക്കൊന്നും അറിയില്ല. പക്ഷെ വിജയലക്ഷ്മി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത്തരം ഗീത് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം. സ്വന്തം മകന് എന്തൊക്കെയാ വേണ്ടെന്ന്, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെല്ലാം എന്ന് വിജയലക്ഷ്മി അമ്മയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷെ രാധികാമ്മ ഇത്രയും കാലം നോക്കി കണക്ക് പറയുന്നുണ്ട്, ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയെന്നൊക്കെ. എന്നിട്ടോ കണ്ണേന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടം രാധികാമ്മയ്ക്ക് അറിയാവുന്ന ചോദിക്കുക. രാധികാമ്മയ്ക്ക് കട്ടക്കലിപ്പായിപ്പോയി. ഗീത പറഞ്ഞ്, ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല, എന്താണെങ്കിലും കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ രാധികാമ്മയുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പുതിയ ഭരണമൊക്കെ വന്നിരിക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ചെയ്യട്ടെ എന്ന് പറയാം. രാധികാമ്മ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയണം. കൂടെ വരുണേട്ടനും കൂട്ടിക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികയ്ക്ക് അങ്ങ് സഹിച്ചില്ല. രാധിക വരുണേയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇവൾക്കിട്ടുള്ള പണി കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കാം, ഗോവിന്ദ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വരുൺ പറഞ്ഞു, വല്ലാതെ നടക്കുന്ന കാര്യമാണമ്മേ, ഇന്നൂടെ നടന്നുകൂടാ, ഇവൾക്കിട്ടുള്ള പണി കൊടുക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും, നീ നോക്കിയിരുന്ന വരണേ, അധികം വൈകാതെ തന്നെ ഞാൻ ചെയ്യൂന്നൊക്കെ പറയണം. അങ്ങനെ അവരങ്ങനെ കാത്തിരിക്കുകയാണ് ഗോവിന്ദന്റെ വരവിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് ഗീതവും വിജയലക്ഷ്മിയൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നീട് ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് രാധികയും വരണം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ചെന്നിപ്പോ ഗോവിന്ദ് എന്ത് പറ്റി രണ്ടുപേരും, എന്തോ കാര്യം പറയാനുണ്ടല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം വരും പറഞ്ഞു, പറയാനുണ്ടെന്ന് പറയാം. എന്താ കാര്യം എന്താ? അത് പിന്നെ ആ സത്യദാസ് അങ്കിളിനെ ഗീത ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറയാണ്. ഗീത പറഞ്ഞു വിട്ടെന്ന് എങ്ങോട്ട്? നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നേ. അവളോടാരാ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞേ? അതൊന്നും അറിയത്തില്ല കണ്ണാ എന്ന് രാധിക പറയണം. എന്തോ ഗൂഢലക്ഷ്യമുണ്ട് ഗീതുന്റെ കയ്യില്. ഗീതു മനഃപൂർവ്വം അതേ സത്യദാസിന് പോകാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ പറഞ്ഞ ഷേണായുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷേ എങ്കിൽ ഗീതു പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നെ കണ്ണേട്ടൻ വരും പറഞ്ഞോടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അയാളെ പറഞ്ഞു വിട്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എന്നോടൊരു വാക്കുപോലും ആള് പറഞ്ഞില്ലോ എന്ന് പറയാം. അതാ ഞങ്ങളും പറയണേ, ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അവളാണോ എന്ന് ചോദിക്കണം. ഗോവിന്ദ് പറഞ്ഞു, ഞാനും ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണം. വരും പറഞ്ഞു, അതൊന്നും അല്ല ഗോവിന്ദേട്ട ഇപ്പൊ കാര്യം. പിന്നെന്താ, ഇവിടെ ഗീതു സത്യദാസിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടെന്ന് പറയണം. കാരണം? എന്ത് കാരണം? പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാധിക പറഞ്ഞു, ഗീതുവിനും ഭയമുണ്ട്. എന്ത് ഭയം? അനാർക്കിരയുടെ മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പറയുന്ന വിജയലക്ഷ്മിയാ. അത് ഗീതുവിനും അറിയാം, ഗീതുവിനും വിജയലക്ഷ്മിക്കും അറിയാം അനാർക്കിയുടെ മോൾ എവിടെയുണ്ടെന്നുള്ള സത്യം. അത് ഈ പറയുന്ന സത്യദാസിനും അറിയാന്ന് പറയണം. അത് സത്യദാസ് പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഇപ്പൊ അയാളെ ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അത് കണ്ണനോട് പറയാതിരിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുന്നതാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ്, സത്യമാണ് നീക്കളെ പറയണെന്ന് ചോദിക്കുക. അതെ, ആ രഹസ്യം ഈ പറയുന്ന വിജയലക്ഷ്മിക്കും ഗീതുവിനും ഒക്കെ അറിയാം. അവരുടെ മകൾ എവിടെയാന്നുള്ള കാര്യം അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇവിടുന്ന് മാറ്റിയിരിക്കുന്നു പറയാം. ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാനിത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയണം. ഇത് കേട്ടപ്പം രാധയ്ക്കും വരനും ഭയങ്കര സന്തോഷമായി. തങ്ങളുടെ കളി ഏറ്റിട്ടുണ്ട്. എന്താണെങ്കിലും ഉറപ്പായിട്ടും ഗീതുവിനെ പോയി ഇന്ന് പൊരിച്ചടക്കും, സത്യദാസിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ച് അവർ മനക്കോട്ട് കിട്ടിയിരിക്കുകയാണ്. പിന്നീട് ഗോവിന്ദ അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും രാധിക പറഞ്ഞു, ഇന്ന് അവളെ കണ്ടോ, പുറത്തിറക്കും, ഇന്ന് അവളെ മിക്കവാറും അടിച്ചു വിടുന്ന് പുറത്താക്കും, ആ കാഴ്ച നമുക്ക് കാണാന്നൊക്കെ പറയാണ്. അങ്ങനെ ഗോവിന്ദ് അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് ഗീതു എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല. കാരണം കണ്ണന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അല്ലേ ഇന്ന് ഉണ്ടാക്കുന്നേ. ഗോവിന്ദ് ഒരു നിമിഷം ആലോചിച്ചു, ഇപ്പൊ ഇത് ചോദിക്കണോ വേണ്ടയോ, അവളിങ്ങോട്ട് പറയുമല്ലോ എന്ന് അറിഞ്ഞിട്ട് വേണം ചോദിക്കാനായിട്ട്. തൽക്കാലത്തേക്കോ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോണ്ട, അവളുടെ ലക്ഷ്യ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. ഇനി പറയുന്ന പോലെ രാധികാമ്മ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് അറിയാവുന്ന അറിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടേ പോവാണ്. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഗോവിന്ദ് അതിനെക്കുറിച്ച് ചോദിക്കുക, ഗീതു എന്താ മറുപടി പറയണമെന്നൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.